പ്രിയമുള്ളവരെ, കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ. അത് കുറച്ചുകൂടെ മാന്യമായ ഒരു ഭാഷയാണ്. ഒരു സാധാരണ വാക്കിൽ പറഞ്ഞാൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. ചില കാരണവന്മാർ നമ്മോട് പറഞ്ഞിട്ടില്ലേ, ചിലപ്പോൾ ചില വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒരു പുകഴ്ചയില്ല. അതിന്റെ അർത്ഥം കണ്ണിന് സുഖമില്ല, ഒപ്പം മനസ്സിനും സുഖമില്ല. അതുകൊണ്ട് പറയും ഒരു പുകഴ്ചയില്ല എന്ന് പറയും. പ്രിയമുള്ളവരെ, കുരിശ് ഒരു കാലഘട്ടം വരെ പുകഴ്ചയില്ലാത്തതായിരുന്നു. കണ്ണിനും സുഖമില്ല, മനസ്സിനും സുഖമില്ലാത്ത ഒരു യാഥാർത്ഥ്യം. പക്ഷെ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു പുകഴ്ചയുടെ അല്ലെങ്കിൽ കണ്ണിനും മനസ്സിനും സുഖം നൽകുന്ന ഒരു യാഥാർത്ഥ്യമായി ഈ കുരിശ് മാറി. അതെപ്പോഴാണ് സംഭവിച്ചത്? ദുഃഖവെള്ളിയാഴ്ച. പ്രിയമുള്ളവരെ, ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തുനാഥന്റെ ആ ഒരു യാത്ര ഒന്ന് പരിശോധിച്ചാൽ, വെളുപ്പിന് 3 മണിക്ക് അവൻ അറസ്റ്റിലായി. പിന്നീട് 6 മണിക്കൂർ അവൻ വിചാരണയിലൂടെ കടന്നു പോവുകയാണ്. 9 മണിയായപ്പോ അവന്റെ ചുമലിലേക്ക് ഒരു കുരിശ് വഹിച്ചു, അല്ലെങ്കിൽ ഒരു കുരിശ് വച്ചു കൊടുത്തു. ആ കുരിശും വെച്ചുകൊണ്ട് അവൻ 3 മണിക്കൂർ യാത്ര ചെയ്തു. അവസാനം കുരിശിന് ഒരു സങ്കടമായി. കുരിശ് അവനോട് പറഞ്ഞു, ഇത്രയും നേരം നീ എന്നെ വഹിക്കുകയായിരുന്നില്ലേ, ഇനിയുള്ള 3 മണിക്കൂർ ഞാൻ നിന്നെ വഹിക്കാം. അങ്ങനെ അടുത്ത 3 മണിക്കൂർ കുരിശ് ക്രിസ്തുവിനെ വഹിച്ചു. അത് കഴിഞ്ഞപ്പോ അവന് പുകഴ്ചയുടെ ദിവസങ്ങളായി മാറി. അതെ പ്രിയമുള്ളവരെ, ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ ക്രിസ്തു കുരിശ് വഹിച്ച് 3 മണിക്കൂർ നടന്ന് ഒരു മലയ്ക്ക് മുകളിലെത്തി. അത് കഴിഞ്ഞപ്പോ ആ വഹിച്ച കുരിശ് ക്രിസ്തുവിനെ വഹിക്കാൻ ആരംഭിച്ചു. ആ 3 മണിക്കൂർ സംഭവിച്ചത് വലിയൊരു ചരിത്ര മുഹൂർത്തമായി. ആ 3 മണിക്കൂർ കൊണ്ട് കുരിശിന് വല്ലാത്തൊരു മാറ്റം സംഭവിക്കുകയാണ്. ആ മാറ്റം സംഭവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ചില സമ്മാനങ്ങൾ കൂടെ കുരിശിൽ നിന്ന് ലഭിക്കുകയുണ്ടായി എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ സംഭവിച്ച 3 കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒന്ന്, ഒരു തിമിര ശസ്ത്രക്രിയ. രണ്ടാമത്, ഒരു പാലം പുതുക്കിപ്പണിയും. മൂന്നാമത്തേത്, ഈ പുതുക്കിപ്പണിത പാലം വീണ്ടും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ക്രമാനുഗതമായി നിർവഹിക്കാൻ ഒരു വ്യക്തിയെ സമ്മാനമായി നൽകി. പ്രിയമുള്ളവരെ, വിശദീകരണത്തിലൂടെ കടന്നു പോകുമ്പോ ഈ കുരിശ് 3 മണിക്കൂർ ഇങ്ങനെ നെടുകെ ഇങ്ങനെ ഉയർന്നു നിന്നപ്പോ അവിടെ സംഭവിച്ചത് ഒരു തിമിര ശസ്ത്രക്രിയയാണ്. ഭൗതികമായ കണ്ണിന്റെ തിമിര ശസ്ത്രക്രിയയല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു തിമിര ശസ്ത്രക്രിയ അവിടെ നടക്കുന്നുണ്ട് എന്ന് തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിന് വ്യക്തമായ ഉദാഹരണം തിരുവചനം പറയുന്നുണ്ട്. കുരിശിൽ ക്രിസ്തു പിടഞ്ഞു മരിക്കുന്ന സമയത്ത് ദൈവാലയത്തിലെ തിരശീല അടിമുതൽ മുകൾ വരെ 2ആയി പിളർക്കപ്പെട്ട് നിലത്തേക്ക് വീണു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ തിരശീല അവിടെ ഉണ്ടായിരുന്നതിന്റെ കാരണം അതിവിശുദ്ധ സ്ഥലം ദർശിക്കാനുള്ള യോഗ്യത മനുഷ്യർക്കുണ്ടായിരുന്നില്ല. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തെ നഗ്നനേത്രം കൊണ്ട് നോക്കിക്കാണുവാനുള്ള യോഗ്യത ഇല്ലാതിരുന്ന മനുഷ്യന് ആ യോഗ്യത ലഭിച്ചത് ഈ കുരിശിൽ നിന്നാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടെ കുരിശിന് ചുവട്ടിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. കുരിശിന് ചുവട്ടിൽ ഒരുവൻ ഉണ്ടായിരുന്നു, ശതാധിപൻ. ആ ശതാധിപൻ അവിടെ നിന്നിരുന്നത് ഈ മരണത്തിന്റെ സാക്ഷ്യപത്രം നൽകാൻ വേണ്ടിയാണ്. പക്ഷേ ആ സാക്ഷ്യപത്രം നൽകാൻ വേണ്ടി നിന്നിരുന്ന ശതാധിപൻ വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. അത്രയും നേരം ഒരു കുറ്റവാളിയെ പോലെ നോക്കിക്കണ്ടിരുന്ന ആ ക്രിസ്തുവിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ക്രിസ്തു അതേപടി നിൽക്കുകയാണ്. പക്ഷെ മാറ്റം സംഭവിച്ചത് ആ ശതാധിപനാണ്. അവന് വിശ്വാസത്തിന്റെ കണ്ണുകൾക്ക് തിളക്കം സംഭവിച്ചു. അതുകൊണ്ട് അവൻ തിരിച്ചറിഞ്ഞു, അത് വെറും കുറ്റവാളിയല്ല, മറിച്ച് ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും, കുരിശിൽ സംഭവിച്ചത് ഒരു തിമിര ശസ്ത്രക്രിയയാണ്. വിശ്വാസത്തിന്റെ കണ്ണുകൾക്ക് സംഭവിച്ച തിമിര ശസ്ത്രക്രിയ.
വീണ്ടും ഒന്നുകൂടെ അതിനോട് ചേർത്ത് വയ്ക്കട്ടെ, അത് ഒരു പാലം പുതുക്കിപ്പണിയലിന്റെ ഒരു ഓർമ്മയാണ്. കുരിശിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഒന്ന് നെടുകയുള്ളത്, ഒന്ന് കുറുകയുള്ളത്. നെടുകയുള്ള ഭാഗം ക്രിസ്തു അല്ലെങ്കിൽ നെടുകയുള്ള ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ്. കുറുകയുള്ള ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ. ചരിത്രത്തിലെ ആദ്യത്തെ ചോദ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയാവുന്ന മറുപടി ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് ആദത്തോട് ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? അതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ചോദ്യം. വീണ്ടും നമ്മോട് തന്നെ ചോദിക്കാം, രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം കായേനോട് ചോദിച്ചതാ. കായേനോട് ചോദിക്കുന്നുണ്ട്, കായേൻ നിന്റെ സഹോദരൻ എവിടെ? പ്രിയമുള്ളവരെ, ഈ രണ്ട് ചോദ്യങ്ങൾ രണ്ട് ബന്ധങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് തെന്നിമാറിപ്പോയ മനുഷ്യനെ അന്വേഷിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം മനുഷ്യർക്കിടയിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ സംഭവിച്ചു. ആ ഒരു വിള്ളൽ വ്യക്തമാക്കാൻ വേണ്ടി രണ്ടാമത്തെ ചോദ്യമായി ദൈവം കടന്നു വരികയാണ്. പാപം ഒരുവനെ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകറ്റി നിർത്തും. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ധൂർത്തപുത്രൻ തിരിച്ചു വന്നിട്ട് പിതാവിനോട് പറയുന്നുണ്ട്, പിതാവേ, അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അതെ പ്രിയമുള്ളവരെ, ഈ കുരിശു മരണത്തിലൂടെ അല്ലെങ്കിൽ കുരിശിലൂടെ നമുക്ക് ലഭിച്ചത് ഇപ്രകാരത്തിൽ വിച്ഛേദിക്കപ്പെട്ട ദൈവ മനുഷ്യ ബന്ധവും തകർക്കപ്പെട്ട സഹോദര ബന്ധവും പുനഃസ്ഥാപിക്കാനുള്ള ഒരു പാലം പണിയൽ ശുശ്രൂഷയാണ് ഈ കുരിശിലൂടെ ദൈവം നമുക്ക് സമ്മാനമായി നൽകിയത്. പക്ഷേ ഒരു കാര്യം കൂടെയുണ്ട്, ഇത് കുരിശിന് മുമ്പിൽ വെച്ച് സംഭവിക്കുകയും ഇനിയും നിന്റെ ഈ പാലം തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു വ്യക്തിയെ നിനക്ക് സമ്മാനമായി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ നിന്ന് ദൈവം മനുഷ്യർക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറി. കുരിശിൽ കിടന്നുകൊണ്ട് പ്രാണവേദന അനുഭവിക്കുമ്പോ അമ്മയെ വേറൊരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിലും അതിന്റെ യഥാർത്ഥമായ സന്ദേശം ഉൾക്കൊള്ളുന്നത് എന്റെ ശിഷ്യന്മാർ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇനിയും തകർച്ചകൾ ഉണ്ടാകും. ദൈവ മനുഷ്യ ബന്ധങ്ങൾക്കും സഹോദര ബന്ധങ്ങൾക്കും ഇടയിൽ ഇടർച്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഇടർച്ച സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ദൈവം ശിഷ്യന്മാർക്ക് സമ്മാനമായി നൽകിയതാണ് പരിശുദ്ധ അമ്മയെ. യോഹന്നാൻ ശിഷ്യന്മാരുടെ മാത്രം പ്രതീകമല്ല, മറിച്ച് വിശ്വാസമുള്ള എന്റെയും നിങ്ങളുടെയും പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ അമ്മയെ നൽകിയത് യോഹന്നാനല്ല, മറിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം. ദൈവ മനുഷ്യ ബന്ധത്തിൽ ഇടർച്ചകൾ സംഭവിച്ചേക്കാം. നീയും ഞാനും തമ്മിലുള്ള, അതായത് ക്രിസ്തു എന്നോട് പറയുകയാണ്, നീയും ഞാനും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഇനിയും ഇടർച്ച സംഭവിക്കാം. ഈ കുരിശ് അതിൽ നിന്ന് താൽക്കാലികമായ മോചനമേ നിനക്ക് നൽകിയിട്ടുള്ളൂ. പക്ഷെ ഇനിയും വിള്ളലുകൾ വീണേക്കാം. നീയും നിന്റെ സഹോദരനും തമ്മിൽ വിള്ളലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിള്ളലുകളിൽ നിന്ന് നിനക്ക് മോചനം നൽകാൻ വേണ്ടി ഇടയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അറ്റകുറ്റപ്പണികൾക്ക് കാലാനുസൃതമായി ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എൻ്റെ അമ്മയെ നിന്റെ അമ്മയായി സമ്മാനമായി നൽകുകയാണ്. അത് പ്രിയമുള്ളവരെ, ഈ കുരിശിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇത് മൂന്നുമാണ്. ഒരു തിമിര ശസ്ത്രക്രിയ നടക്കുകയുണ്ടായി. ദൈവ മനുഷ്യ ബന്ധത്തിനും മനുഷ്യ ബന്ധത്തിനും ഇടയിലുണ്ടായിരുന്ന ആ പാലം അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. ആ സ്ഥാപിക്കപ്പെട്ട പാലം വീണ്ടും ഇടറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലാനുസൃതമായി അറ്റകുറ്റപ്പണികൾക്കായി പരിശുദ്ധ അമ്മയെ സമ്മാനമായി നൽകി. പ്രിയമുള്ളവരെ, ഇത്രമാത്രം വലിയ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഈ കുരിശിന്റെ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ
ആദ്യം ഓർമ്മപ്പെടുത്തിയത് വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതിത്രമാത്രം 3 മണിക്കൂർ ക്രിസ്തുനാഥൻ ഈ കുരിശു വഹിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നീടുള്ള 3 മണിക്കൂർ ഈ കുരിശ് ക്രിസ്തുവിനെ വഹിച്ചു. അവിടെ സംഭവിച്ചത് വലിയ മാറ്റമാണ്. അത്രയും നാൾ ക്രൂരമായ ശിക്ഷയുടെ പ്രതീകമായ കുരിശ് രക്ഷയുടെ പ്രതീകമായി മാറുകയാണ്. വെറും 6 മണിക്കൂറത്തെ ബന്ധം കൊണ്ട് സംഭവിച്ചതാണ്. പ്രിയമുള്ളവരെ, 2-3 വർഷം മുമ്പ് ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരമ്മാമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, 9 വയസ്സിലാണ് ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. ആ 9 വയസ്സ് ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒറ്റ ദിവസവും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല അച്ഛാ. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും. വെറുതെ കണ്ടുപോകുകയല്ല, മറിച്ച് കൊണ്ടുപോകും. ഒരു പങ്ക് എന്നും ഞാൻ തമ്പുരാന്റെ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 71 വർഷം തുടർച്ചയായി ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടുണ്ട്. പ്രായം ഒരുപാട് വൈകിയപ്പോ, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോ എൻ്റെ പള്ളിയിൽ വരുന്ന വികാരിയച്ഛന്മാരോട് ഞാൻ പറയും, അച്ഛോ, ഞാൻ ഈ ദൈവാലയത്തിൽ അർപ്പിക്കുന്ന എല്ലാ കുർബാനയ്ക്കും വരും. അപ്പോൾ അച്ഛൻ പറയും, ഒരു കുർബാനയ്ക്ക് മാത്രം ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ മതി. പക്ഷെ അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ പറയും, അങ്ങനെ കുർബാന സ്വീകരിക്കാതെ കുർബാനയിൽ പങ്കെടുത്താൽ ഒരു സുഖമില്ല അച്ഛോ. അതുകൊണ്ട് ഞാൻ വരുന്ന കുർബാനയ്ക്കൊക്കെ കുർബാന സ്വീകരിക്കും. അപ്പോൾ അച്ഛന്മാർ അവസാനം ഗത്യന്തരമില്ലാതെ പറയും, അമ്മച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്തു. കാരണം അത്രമാത്രം നിർബന്ധമായിരുന്നു ഈ അമ്മയ്ക്ക് ദിവ്യകാരുണ്യ സ്വീകരണമെന്നത്. വളരെ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ അമ്മയുടെ ഈ ദിവ്യകാരുണ്യ ഭക്തിയെപ്പറ്റി ഞാനിങ്ങനെ കാതോർത്ത് നിൽക്കുമ്പോ അമ്മ അവസാനം ചേർത്തൊരു സങ്കടം ഇങ്ങനെയായിരുന്നു, അച്ഛൻ, എനിക്കൊരു സങ്കടമുണ്ട്. 71 വർഷത്തോളം ഞാൻ നിരന്തരമായി ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അന്നു മുതൽ ഇന്ന് വരെ സ്വീകരിച്ച ദിവ്യകാരുണ്യം അല്ലെങ്കിൽ തിരുവോസ്തി എടുത്ത് പുറത്തിങ്ങനെ അട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിനും 10 മടങ്ങ് വലിപ്പമുള്ള ദിവ്യകാരുണ്യ ഓസ്തി എൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കാൻ സാധിക്കും. പക്ഷെ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഞാനും ഈ യേശുവും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായി ഐക്യപ്പെട്ടിട്ടില്ല. എന്റെ ശരീരവും ക്രിസ്തുവിന്റെ ശരീരവും തമ്മിൽ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള ഒരു ഐക്യം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ആ അമ്മയുടെ സങ്കടം അമ്മ പങ്കുവെച്ചപ്പോ എൻ്റെ ഉള്ളിലും അതൊരു സങ്കടമായി തന്നെ നിന്നു. അച്ഛനായി 15 വർഷം പൂർത്തിയായി. ബലികൾ ഒരുപാട് അർപ്പിച്ചിട്ടുണ്ടെങ്കിലും അമ്മയുടെ സങ്കടം ഇന്നും ഉള്ളിലുണ്ട്. സ്വീകരിച്ച ദിവ്യകാരുണ്യത്തിന്റെ ആ ശക്തി പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഓർക്കുക, വെറും 6 മണിക്കൂർ ക്രിസ്തുവിന്റെ ശരീരം നികൃഷ്ടമായ ഈ കുരിശിനോട് ചേർന്നിരുന്നപ്പോ ഈ കുരിശ് പുകഴ്ചയുള്ളതായി മാറി. എത്രയോ മണിക്കൂറുകൾ കർത്താവിന്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കാൻ ഈ ശരീരത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? എന്നിട്ടും ഈ ശരീരത്തിന് പുകഴ്ചയില്ലാതെ പോയി. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, കർത്താവിന്റെ ശക്തിയുടെ കുറവല്ല, മറിച്ച് എൻ്റെ വിശ്വാസത്തിന്റെ അപചയമാണ്. അതുകൊണ്ട് ഇന്ന് ഈ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ബലിയിലൂടെ കടന്നു പോകുമ്പോ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, നിന്റെ മകന്റെ ശരീരത്തിന്റെ ഒരു പങ്ക് വലിച്ചു പറിച്ചെടുത്ത് ഈ ചങ്കോട് ചേർത്ത് വെച്ച് ഇത് രണ്ടും തമ്മിൽ ഒന്നിച്ച് ഒരേപോലെ ആക്കാനുള്ള ഒരു ദൈവീക കൃപ കൂടെ എനിക്ക് നൽകണമേ. ആ സമയത്ത് എനിക്ക് പറയാൻ സാധിക്കണം, പൗലോസ് അപ്പോസ്തലനെ പോലെ, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ വാക്കുകളല്ല, മറിച്ച് ക്രിസ്തുവിന്റെ വാക്കുകളാണ് എന്നിൽ നിന്ന് അടർന്നു വീഴുന്നത്. ബലിയർപ്പണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോ ആരെങ്കിലും ഒരാൾ നമ്മെ നോക്കി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാകണം, നീ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെയല്ല, എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ആ ഒരു പുകഴ്ച, ക്രിസ്തുവിന്റെ പുകഴ്ച എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അനുദിനം ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ജീവിക്കുമ്പോഴും ഈ പുകഴ്ച നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ കുറവാണ്. കർത്താവേ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ നിന്റെ ശരീരത്തിൻ്റെ പുകഴ്ച എന്നിലേക്ക് കൊണ്ടുവരാനും, അങ്ങനെ
ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ആത്മാർത്ഥമായി ചങ്കിൽ തൊട്ട് പറയാൻ സാധിക്കണം, ഞാനല്ല ഇത്, മറിച്ച് ക്രിസ്തുവാണ്. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് തോന്നണം. അങ്ങനെ ഈ തിരുനാൾ കുറച്ചുകൂടെ അർത്ഥവത്താക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.